Anywhere you go, anywhere you go, give it all. ജോക്കോ അൻവർ സംവിധാനം ചെയ്ത് 2009 ഇറങ്ങിയ ഒരു ഇന്തോനേഷ്യൻ ഹൊറർ സൈക്കോളജിക്കൽ മിസ്റ്ററി ത്രില്ലർ ചിത്രമാണ് ദി ഫോർബിഡൻ ഡോർ. ഈ ചിത്രത്തിൻ്റെ ക്ലൈമാക്സ് കണ്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോകും. അമ്മാതിരി ഒരു സൈക്കോളജിക്കൽ തലകറക്കുന്ന ക്ലൈമാക്സ്. അതായത് ശില്പമുണ്ടാക്കുന്ന ഒരു ശില്പി, ഇതാണ് നമ്മുടെ നായകൻ. എന്നാൽ അവൻ ഉണ്ടാക്കുന്ന ശില്പങ്ങളൊക്കെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡിയുടെ ശില്പം മാത്രമാണ്. എന്തിനായിരിക്കും അവൻ പ്രഗ്നൻ്റ് ലേഡിയുടെ ശില്പം മാത്രം നിർമ്മിക്കുന്നത്? അതിനു പുറകിലുള്ള രഹസ്യം എന്താണ് എന്ന് മാത്രമല്ല മറ്റു പല കാര്യങ്ങൾ കൂടി ഈ ചിത്രത്തിൽ ഉണ്ട്. സോ അതിനു മാത്രം ഇതിൽ എന്താ ഉള്ളത് എന്ന് തുടക്കം മുതൽ അവസാനം വരെ അതേ സസ്പെൻസോട് കൂടി പാക്കലാമാ. അതിനു മുൻപ് പുതുതായി വന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ആൻഡ് ഓൺ ആൻഡ് ഓൾ നോട്ടിഫിക്കേഷൻ. ഈ ചിത്രം കീറി മുറിച്ചാൽ ചിത്രത്തിൻ്റെ തുടക്കത്തിൽ ഒരു വലിയ ആർട്ട് ഗാലറി നടക്കുന്നത് കാണാം. അതിൽ കൂടുതലും പ്രഗ്നൻ്റായ ലേഡിയുടെ ശിലയാണ് ഉള്ളത്. ആ ശിലകൾ ഒക്കെ നിർമ്മിച്ചത് ഈ ഒരു വ്യക്തിയാണ്. ഇയാളുടെ പേര് ഗംഭീർ. ഗംഭീർ ചെയ്തതൊക്കെ പ്രഗ്നൻ്റായ ലേഡിയുടെ ശില മാത്രമാണ്. അതേപോലെ ആ ശിലകളൊക്കെ നല്ല വിലക്കാണ് വിറ്റുപോകുന്നത്. അന്നേരം ഒരു വലിയ പണക്കാരൻ വന്നിട്ട് ആ ശിലകളൊക്കെ നോക്കി ഗംഭീറിനോട്, താങ്കൾ നിർമ്മിച്ച ശില ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കുന്നത് പോലെയാണ് എനിക്ക് ഫീലാവുന്നത്. അതിന് ജീവൻ നിലനിൽക്കുന്നത് പോലെയുണ്ട്. നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത്രയും വൃത്തിയോടെ ചെയ്യാൻ സാധിക്കുന്നത്? ഇതിന് എത്ര വില ആയാലും കുഴപ്പമില്ല, ഈ ശില്പം എനിക്ക് തന്നെ വേണം. അത് കേട്ട് ഗംഭീർ, അയ്യോ സാർ, ഈ ശില്പം ഒരാൾ ബുക്ക് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ബാക്കിയുള്ളത് നോക്കി തെരഞ്ഞെടുത്തോളൂ എന്ന് പറഞ്ഞെങ്കിലും ആ പണക്കാരൻ വീണ്ടും വീണ്ടും ചോദിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അന്നേരം അവിടേക്ക് ഗംഭീറിൻ്റെ ഭാര്യ വരികയും അയാളോട് ഒരൽപ്പം സോഫ്റ്റായി സംസാരിച്ച് മയക്കിയെടുത്ത് മറ്റൊരു ശില വാങ്ങിക്കാനുള്ള രീതിയിലേക്ക് മാറ്റിയെടുക്കുകയാണ്. വളരെ സുന്ദരിയായ ഗംഭീറിൻ്റെ ഭാര്യയെ കണ്ട് ആ കാട്ടുകോഴി അയാളുടെ തീരുമാനം മാറ്റുകയാണ്. എന്നിട്ട്, ഗംഭീറെ, നിന്റെ ഭാര്യയെ പോലെ സുന്ദരിയായ വേറെ ഏതെങ്കിലും പെൺകുട്ടി ഉണ്ടെങ്കിൽ പറ, ഞാനും കല്യാണം കഴിക്കട്ടെ എന്ന് അയാൾ പറയുകയാണ്. ഗംഭീറിൻ്റെ ഭാര്യയോട് ആര് സംസാരിച്ചാലും അവർ ഭാര്യയുടെ വലയിൽ വീഴും. അമ്മാതിരി മയക്കെടുക്കാനുള്ള കഴിവ് അവൾക്കുണ്ട്. അതേപോലെ ആർട്ട് ഗാലറിയിൽ 2 പേരെ കൂടി കാണാം. ഈ 2 പേരും ഗംഭീറിൻ്റെ ഫ്രണ്ട്സാണ്. എടാ, ഗംഭീർ നമ്മുടെ കൂടെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു മരപ്പൊട്ടനെ പോലെ, ഒരു ബഗഡനെ പോലെയാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോഴോ അവൻ എത്ര വലിയ ആളായി മാറി. അവന് എങ്ങനെയായിരിക്കും ഈ ഒരു ഐഡിയ കിട്ടിയത്, പ്രഗ്നൻ്റായ ലേഡിയുടെ ശില നിർമ്മിക്കണം എന്ന്? എടാ, അവൻ ഇങ്ങനെ വ്യത്യസ്തമായി ചിന്തിച്ചത് കൊണ്ടാണ് അവൻ സക്സസ് ആയത്. അതേപോലെ ഇതിനൊക്കെ കാരണം അവൻ്റെ ഭാര്യയാണ്. നീ തന്നെ നോക്ക്, അവൻ്റെ ഭാര്യയെ കാണാൻ എത്ര സുന്ദരിയാണ്, അതേപോലെ ബുദ്ധിശാലിയും ആണ്. അങ്ങനെ ഫ്രണ്ട്സ് സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ അവിടേക്ക് ഗംഭീറും ഭാര്യയും വരികയാണ്. അതേപോലെ വേറെ ഒരുത്തൻ കൂടി വരികയാണ്. ഇയാളാണ് ഗംഭീറിൻ്റെ മാനേജർ. മാനേജർ ഗംഭീറിനോട്, ഇത്തവണയും നമ്മുടെ ആർട്ട് ഗാലറി വിജയകരമായി പൂർത്തിയായി, എല്ലാ ശില്പവും വിറ്റുപോയി. അതൊക്കെ കേട്ട് എല്ലാവരും സന്തോഷപ്പെടുകയാണ്. ശേഷം ഗംഭീർ നടന്നു പോകുമ്പോൾ കുറച്ച് ആർട്ടിസ്റ്റ് അവിടെ സംസാരിച്ചു നിൽക്കുന്നത് കണ്ട് അത് ശ്രദ്ധിച്ചു നിൽക്കുമ്പോൾ അവർ പറയുന്നത്, എങ്ങനെയായിരിക്കും ജീവനുള്ളതുപോലെ തോന്നിപ്പിക്കുന്ന ഇത്തരം ശില്പങ്ങൾ നിർമ്മിക്കുന്നത്? എന്തോ മാജിക് അവൻ ചെയ്യുന്ന പോലെയുണ്ട് എന്നൊക്കെ കുണുകുണുവെന്ന് സംസാരിക്കുകയാണ്. അതൊക്കെ കേട്ട് ഗംഭീർ ടെൻഷൻ അടിച്ച പോലെ പുറത്തു വന്ന് പുക വലിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അവിടേക്ക് ഭാര്യ വന്ന്, മനുഷ്യ, നിങ്ങൾ ഒന്നും ടെൻഷൻ അടിക്കേണ്ട, എല്ലാ കുഞ്ഞുങ്ങൾക്കും നീ ഒരു അർത്ഥം നൽകിയിരിക്കുകയാണ് എന്നൊക്കെ എന്തോ കുട്ടികളെക്കുറിച്ച് പറയുകയാണ്. അത് കേട്ട ഗംഭീർ, എനിക്ക് എന്തോ അറപ്പ് പോലെ തോന്നുന്നു. അന്നേരം ഭാര്യ, ഓഹോ, അപ്പോൾ നീ എന്നെയും അറപ്പോടെയാണോ കാണുന്നത് എന്ന് ചോദിക്കുമ്പോൾ, അതൊന്നുമില്ല എന്ന് പറഞ്ഞു ഭാര്യയെ സമാധാനപ്പെടുത്തി കൂട്ടിക്കൊണ്ടു പോവുകയാണ്. ഇപ്പോൾ ഒരു സീൻ കാണിക്കുകയാണ്. ആ സീനിൽ ഒരു പയ്യൻ തെറിച്ച് ഒരു ടേബിളിൻ്റെ മേലെയായി താഴെ വീഴുകയാണ്. ആരാ അടിച്ചത്, എന്താ സംഭവം എന്നൊന്നും കാണിക്കുന്നില്ല. സീൻ കട്ട് ചെയ്താൽ ഇപ്പോൾ ഗംഭീറിനെ കാണാം. അവനും ഭാര്യയും പിന്നെ അമ്മയും വീട്ടിലാണ് ഉള്ളത്. ഗംഭീറിൻ്റെ അമ്മ ഭാര്യയോട് നല്ല ഫ്രണ്ട്ലി ആയിട്ടാണുള്ളത്. അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കെ അമ്മ ഒരു കാര്യം പറയുകയാണ്, നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങൾക്ക് ഉടനെ ഒരു കുട്ടി ജനിക്കും. നീ നിർമ്മിക്കുന്ന ശില്പം പോലെ നിന്റെ ഭാര്യയും ഗർഭിണിയാകും. അതേപോലെ നിന്റെ ഭാര്യയ്ക്ക് ഒരു കുറവുമില്ല. പ്രശ്നമുള്ളത് നിനക്കാണ്. ടെസ്റ്റിൻ്റെ റിസൾട്ട് വന്നു എന്ന് നിന്റെ ഭാര്യ തന്നെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് എന്ന് അമ്മ പറയുമ്പോൾ അതൊക്കെ കേട്ട് ഗംഭീറിന് ദേഷ്യം വരികയാണ്. എടാ, ഞാൻ നിന്റെ അമ്മയാണ്. അവൾ എൻ്റെ അടുത്ത് പറഞ്ഞതുകൊണ്ട് ഒരു തെറ്റുമില്ല. എനിക്കറിയാവുന്ന ഒരു ഡോക്ടറുണ്ട്, അവരെ പോയി കണ്ടു നോക്ക്, തീർച്ചയായും നിങ്ങൾക്ക് കുട്ടിയുണ്ടാകും എന്ന് അമ്മ പറയുകയാണ്. അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കെ പുറത്തു നിന്ന് ആരോ കോളിംഗ് ബെല്ല് അടിക്കുന്ന ശബ്ദം കേൾക്കും.
കേൾക്കുകയും ഗംഭീർ പോയി നോക്കുമ്പോൾ അവിടെ ആരെയും കാണാനില്ല. ചിലപ്പോൾ ഏതെങ്കിലും കുട്ടികൾ ഡോറിൽ തട്ടി വികൃതി കാണിച്ചതായിരിക്കാം എന്ന് കരുതി ആ കാര്യം അവിടെ വിട്ടു പോകാൻ നോക്കുമ്പോൾ അവിടെ താഴെ എന്നെ രക്ഷിക്കണേ എന്ന് എഴുതി വെച്ചത് കാണുകയാണ്. അതും കൂടുതൽ മൈൻഡ് ചെയ്യാതെ ഗംഭീർ അവൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ കളിക്കാൻ തുടങ്ങി. ഗംഭീറിന് ഈ 2 ഫ്രണ്ട്സ് മാത്രമേ ഉള്ളൂ. ഗംഭീർ എത്ര നന്നായി കളിച്ചാലും അവൻ പരാജയപ്പെടുകയാണ്. അത് കണ്ട് ഫ്രണ്ട്സ്, എടാ പൊട്ടനെ പോലെ കളിക്കാതെ നല്ല ഉഷാറായി കളിക്ക്, എന്നാൽ മാത്രമേ എനിക്കും നിന്റെ കൂടെ കളിക്കാൻ ഒരു ത്രില്ല് ഉണ്ടാവൂ. അത് കേട്ട് ഗംഭീർ, ഞാൻ ജയിച്ചു കപ്പടിക്കാൻ കളിക്കുന്നതല്ല, എനിക്കൊരു ഇൻട്രസ്റ്റ് തോന്നി, അതുകൊണ്ട് ജസ്റ്റ് കളിച്ചെന്നേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഗംഭീർ ആ കളിക്ക് ശേഷം കാർ എടുത്ത് നേരെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കെ ഗംഭീറും അവൻ്റെ ഭാര്യയെയും കല്യാണത്തിന് മുൻപ് പ്രേമിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അവർക്കിടയിൽ സംഭവിച്ച ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കാൻ തുടങ്ങി. സോ ഗംഭീറും വൈഫും ലവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനിടയിൽ നടന്ന ഡിങ്കോൾഫി കാരണം വൈഫ് ഗർഭിണിയായിരുന്നു. ഇക്കാര്യം പുറത്തറിഞ്ഞാൽ നാണക്കേടാണ് എന്ന് കരുതി ആ ഗർഭം അലസിപ്പിക്കാൻ കലക്കാൻ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. ഇക്കാര്യത്തിൽ 2 പേർക്കും വിഷമമുണ്ടെങ്കിലും വേറെ വഴിയില്ല എന്ന് തീരുമാനിച്ച് അവർ ഹോസ്പിറ്റലിൽ പോയി ഗംഭീറിൻ്റെ വൈഫ് ഡോക്ടറിൻ്റെ അടുത്തേക്ക് പോവുകയും ചെയ്തു. ഗംഭീർ ആണെങ്കിൽ പുറത്ത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അന്നേരം അവിടെ ഒരു വ്യക്തി, അയാൾ ഗംഭീറിനെ നോക്കി, എന്താണ് ഗർഭം കലക്കാൻ വന്നതല്ലേ? ആദ്യം ഒക്കെ ഇങ്ങനെ തന്നെയാണ്, വിഷമം ഒക്കെ തോന്നും. എനിക്കും എൻ്റെ ഭാര്യയ്ക്കും ആദ്യം ഗർഭം കലക്കാൻ വരുമ്പോൾ ഇതൊക്കെ തന്നെയായിരുന്നു, ഇങ്ങനെയൊക്കെ വിഷമം ഉണ്ടായിരുന്നു, ഒരു ജീവനെ കൊല്ലുകയാണല്ലോ എന്നോർത്ത്. എന്നാൽ പിന്നീട് ഇത് സ്ഥിരമായി ആവർത്തിച്ചു, കുറേ ഗർഭം കലക്കേണ്ടി വന്നു. അതിനാൽ ഇപ്പോൾ ഇതൊന്നും ഒരു വിഷമമായി തോന്നുന്നില്ല. അതൊക്കെ പോട്ടെ, നിങ്ങൾക്കിടയിലെ പ്രശ്നം എന്താണ്? എന്തിനാ ഇപ്പോൾ ഗർഭം കലക്കുന്നത്? അത് പിന്നെ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല, നമ്മളിപ്പോൾ ലവേഴ്സ് മാത്രമാണ്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അത് കേട്ട് ഇപ്പോൾ അയാൾ കുറച്ച് വ്യത്യസ്തമായി സംസാരിക്കാൻ തുടങ്ങി. എടാ, ഇതൊക്കെ നിന്റെ തോന്നലാണ്, നിന്റെ കുഞ്ഞ് അവളുടെ വയറ്റിൽ വളരുന്നത് അവൾ ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. അവളുടെ കുഞ്ഞിൻ്റെ അച്ഛൻ നീയാണെന്ന് പറയാൻ അവൾക്ക് ഇഷ്ടമില്ല. എന്തെന്നാൽ നീ ഒരു കോമാളിയാണ്, ഒരു ബഗിഡനാണ് എന്നൊക്കെ അയാൾ പറയുമ്പോൾ ഇയാൾ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് ഗംഭീറിനും മനസ്സിലായില്ല. നിങ്ങളുടെ ഭാര്യ ഇപ്പോൾ എവിടെയാണെന്ന് ഗംഭീർ ചോദിക്കുമ്പോൾ എൻ്റെ ഭാര്യ മരിച്ചുപോയി. 7ാമത്തെ തവണ ഭാര്യയുടെ ഗർഭം കലക്കാൻ വന്നപ്പോൾ അവൾ ആ പ്രോസസ്സിനിടയിൽ മരിച്ചുപോയി. അതേപോലെ നീ ഒരു കാര്യം മനസ്സിലാക്ക്, നിന്റെ ഭാര്യയ്ക്ക് നിന്നെ തീരെ ഇഷ്ടമല്ല, നിന്റെ കുഞ്ഞിനെ പ്രസവിക്കാൻ അവൾക്ക് താല്പര്യമില്ല, നിന്നെ ഒരു ശത്രുവായിട്ടാണ് കാണുന്നത് എന്നൊക്കെ പറഞ്ഞ് ആ വ്യക്തി അവിടുന്ന് പോവുകയാണ്. അങ്ങനെ ഭാര്യ ഗർഭം കലക്കിയതിന് ശേഷം വന്ന് ഗംഭീറിനോട് ഇപ്പോൾ എൻ്റെ വയറ്റിൽ നമ്മുടെ കുഞ്ഞ് ഇല്ല എന്ന് സങ്കടപ്പെട്ട് പറയുകയാണ്. അതേപോലെ അവളുടെ കയ്യിൽ ഓപ്പറേഷൻ ചെയ്തത് എടുത്ത കുഞ്ഞിൻ്റെ ശരീരം കൊടുത്തു വിട്ടിരുന്നു. അത് ആചാരപ്രകാരം മറവ് ചെയ്യാൻ വേണ്ടിയായിരുന്നു. അങ്ങനെ അവർ 2 പേരും തിരിച്ച് വീട്ടിൽ എത്തുകയും ചെയ്തു. ഗംഭീർ ഒരു ഗർഭിണിയുടെ പ്രതിമ നിർമ്മിച്ചു വച്ചിട്ടുണ്ടായിരുന്നു. ആ പ്രതിമയെ തന്നെ നോക്കി വിഷമിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് ഗംഭീർ എത്തുകയും ഭാര്യ ഗംഭീറിനോട് കിളിപ്പോയ പോലെ ഒരു കാര്യം പറയുകയാണ്. നമ്മുടെ കുഞ്ഞ് ഈ ശിലയുടെ വയറ്റിൽ കറക്റ്റായി ഫിറ്റായി ഇരിക്കും അല്ലേ? നീ എന്താ ഈ പറയുന്നേ? അതല്ല, തെറ്റ് ചെയ്തത് നമ്മളല്ലേ? എന്നാൽ ഒരു തെറ്റും ചെയ്യാത്ത നമ്മുടെ കുഞ്ഞ് മരിച്ചുപോയി, അതിനെ കുഴിച്ചിട്ടാൽ അതിനൊരു അർത്ഥമില്ല, ആ കുഞ്ഞിക്ക് ഒരു അർത്ഥം ഉണ്ടാവണം. അത് കേട്ട് ഗംഭീറിന് ഒന്നും മനസ്സിലായില്ല. നീ എന്താ പറയുന്നേ? അത് പിന്നെ നീ ഉണ്ടാക്കിയ ആ ഗർഭിണിയുടെ ശില്പത്തിൻ്റെ വയറ്റിൽ നമ്മുടെ കുഞ്ഞിനെ വെക്കണം. അത് കേട്ട് ഗംഭീർ ഷോക്കായി, ഏയ് അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല, അത് തെറ്റാണ് എന്ന് പറയുമ്പോൾ ഭാര്യ അത് കേൾക്കുന്ന മാതിരിയേ ഇല്ല. അവൾ ഭയങ്കരമായി വിഷമിച്ച് കരഞ്ഞു പറയുകയാണ്. എന്നിട്ട് ഒരു ടൂൾ എടുത്ത് ആ ശില്പത്തിൻ്റെ വയറ് കുത്തി തുളയുണ്ടാക്കാൻ തുടങ്ങി. അത് കണ്ട് ഗംഭീറും ഇവളുടെ മനസ്സിന് സുഖം കിട്ടണമെങ്കിൽ അവൾ ചെയ്യുന്ന കാര്യത്തിൽ പങ്കുചേരാം എന്ന് കരുതി അവനും ആ ശിലയുടെ വയറിൻ്റെ ഭാഗം കട്ട് ചെയ്ത് അവരുടെ കുഞ്ഞിനെ അതിനകത്തേക്ക് വയ്ക്കുകയാണ്. ഇതാണ് ഗംഭീർ ആദ്യമായി ചെയ്ത പ്രഗ്നൻ്റ് ലേഡിയുടെ ശില്പം. ആ ശില്പം അവൻ്റെ മാനേജർ കാണുകയും മാനേജറിന് അത് ഇഷ്ടമാവുകയും ഇത് എനിക്ക് തന്നെ വേണം എന്ന് മാനേജർ പറയുകയും അതേപോലെ ഇനി മുതൽ നിങ്ങൾ പ്രഗ്നൻ്റ് ലേഡിയുടെ ശില്പം മാത്രം നിർമ്മിച്ചാൽ മതി എന്ന് കൂടി പറയുകയും ചെയ്തു. അങ്ങനെ ഗംഭീർ വീണ്ടും പ്രഗ്നൻ്റ് ലേഡിയുടെ ശില്പം നിർമ്മിക്കാൻ തുടങ്ങി. അന്നേരം ഭാര്യ വീണ്ടും ഒരു കിളി പോയ കാര്യം കൂടി പറയുകയാണ്. നീ നിർമ്മിക്കുന്ന ഓരോ പ്രഗ്നൻ്റ് ലേഡിയുടെ വയറ്റിലും ഓരോ കുഞ്ഞുണ്ടാവണം, ഓരോ കുഞ്ഞിനും നമ്മൾ അർത്ഥം കൊടുക്കണം എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ടിട്ട് ഗംഭീറിന് മനസ്സിലായില്ല. എന്നാൽ ഭാര്യ പറയുന്നത് അനുസരിച്ച് പിന്നീട് അങ്ങോട്ട് ഹോസ്പിറ്റലിൽ പോയി അവിടെ ഇല്ലീഗലായി അബോർഷൻ ചെയ്യുന്നവരുടെ കുഞ്ഞുങ്ങളെ ഒക്കെ ഹോസ്പിറ്റലിൽ തന്നെ ഉപേക്ഷിച്ചു പോകാറുണ്ട്. ആ മരിച്ച കുഞ്ഞുങ്ങളെ ഒക്കെ പണം കൊടുത്ത് കൊണ്ടുവന്ന് ഗംഭീർ ഓരോ ശില്പം ഉണ്ടാക്കുമ്പോഴും അതിൻ്റെ വയറ്റിൽ കുഞ്ഞുങ്ങളെ വെച്ച് ശില്പം ഉണ്ടാക്കാൻ തുടങ്ങി. അതേപോലെ ഇതൊന്നും അറിയാതെ പ്രഗ്നൻ്റ് ലേഡിയുടെ ഓരോ ശില്പവും പണക്കാർ വന്ന് വാങ്ങിയിട്ട് പോവുകയും ചെയ്യുന്നു. അതിനാൽ തന്നെ ഗംഭീർ ഒരു വലിയ പണക്കാരനായി മാറുകയും ചെയ്തു. എന്നാൽ എത്ര വലിയ പണക്കാരൻ ആയിട്ടും അവൻ്റെ മനസ്സിന് മാത്രം സന്തോഷം കിട്ടിയില്ല.
ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിൽ അവന് തീരെ താല്പര്യമില്ല. എന്നാൽ ഗംഭീർ ടെൻഷൻ അടിച്ച് ഇരിക്കുമ്പോഴൊക്കെ ഭാര്യ വന്ന് നീ ചെയ്യുന്നത് നല്ല കാര്യമാണ്, കുഞ്ഞുങ്ങൾക്കൊരു അർത്ഥം കൊടുക്കുകയാണ് എന്നൊക്കെ പറയാറുണ്ട്. അതിൻ്റെ അർത്ഥം എന്തെന്നാൽ മരിച്ചുപോയ കുഞ്ഞുങ്ങൾക്ക് ഒരു അമ്മയെ നിർമ്മിച്ചു കൊടുക്കുന്നു എന്നതാണ്. അങ്ങനെ അവരുടെ കച്ചവടം നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയും ഒടുവിൽ ഗംഭീർ അവളെ കല്യാണം കഴിക്കുകയും ചെയ്തു. ഒരു പുതിയ വലിയ വീട് വാങ്ങിക്കുകയും അവിടെ അവരുടെ ജീവിതം തുടരുകയും ചെയ്യുന്നു. എന്നാൽ ഗംഭീർ ഓരോ ദിവസവും ഹോസ്പിറ്റലിൽ പോയി ഓരോ കുഞ്ഞിൻ്റെയും ബോഡി കൊണ്ടുവരുമ്പോൾ അവൻ പോലും അറിയാതെ അവൻ മെൻ്റലി ബാധിക്കാൻ തുടങ്ങി. അവന് വ്യത്യസ്തമായ സൗണ്ട് എല്ലാം കേൾക്കാൻ തുടങ്ങി. ആരോ തന്നെ ഫോളോ ചെയ്യുന്ന പോലെയൊക്കെ തോന്നാൻ തുടങ്ങി. അങ്ങനെ കുളിച്ചു കൊണ്ടിരിക്കുമ്പോൾ പുറത്ത് കോളിംഗ് ബെൽ അടിക്കുന്ന ശബ്ദം കേട്ട് പോയി നോക്കിയെങ്കിലും അവിടെ ആരെയും കണ്ടില്ല. അന്നേരം പെട്ടെന്ന് ലാൻഡ് ലൈൻ റിംഗ് അടിക്കുകയും അറ്റൻഡ് ചെയ്തപ്പോൾ അതിൽ ഒരു ചെറിയ പയ്യൻ പ്ലീസ് എന്നെ രക്ഷിക്കണേ, എന്നെ രക്ഷിക്കണേ, നിങ്ങളെ കൊണ്ട് മാത്രമേ പറ്റൂ എന്ന് പറയുകയാണ്. അതൊക്കെ കേട്ടിട്ട് ഗംഭീറിന് എന്താ നടക്കുന്നത് എന്ന് പോലും അറിയുന്നില്ല. അങ്ങനെ ഗംഭീർ അതിനെക്കുറിച്ച് ആലോചിച്ച് കിടക്കുമ്പോൾ അവിടേക്ക് ഭാര്യ വന്ന് അവൾക്ക് വർക്കിൽ എന്തോ പ്രൊമോഷൻ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ സന്തോഷം പറഞ്ഞുകൊണ്ടിരിക്കെ ഗംഭീർ ആണെങ്കിൽ കൂടുതൽ മൈൻഡ് ചെയ്യാതെ അതെയോ കൺഗ്രാറ്റ്സ് എന്ന് പറഞ്ഞ് അവിടെ തന്നെ തിരിഞ്ഞു കിടക്കുകയാണ്. അതിനാൽ എന്തു പറ്റി മനുഷ്യ എന്ന് ചോദിക്കുമ്പോൾ എടി ഞാൻ നിർത്തി, ഇനി മുതൽ ഞാൻ പ്രഗ്നൻ്റ് ലേഡിയുടെ ശില്പം നിർമ്മിക്കുന്നില്ല എന്ന് പറയുകയാണ്. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? നമ്മൾ ഈ നിലയിൽ എത്തിയത് ആ ശില്പങ്ങൾ കാരണമാണ്. അത് നിർത്തി കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും പഴയതുപോലെ പാപ്പരായി മാറും. എനിക്ക് പറ്റില്ല, ഇത് തെറ്റായ കാര്യമാണ്, ഇങ്ങനെ ചെയ്യുന്നത് തെറ്റാണ്. നീ എന്നെ കൂടുതൽ പ്രോത്സാഹിപ്പിച്ചും മനസ്സും മാറ്റിയെടുത്തതാണ് അല്ലേ? ഇനി അത് നടക്കില്ല, എന്നെക്കൊണ്ട് ഇനി ശില്പമുണ്ടാക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അത് ശരി, നിനക്ക് പറ്റില്ല അല്ലേ? എടാ ഞാൻ നിന്നെ പ്രേമിക്കുമ്പോൾ നീ നല്ല സ്ട്രോങ് ആയിരുന്നു, എന്നാൽ ഇപ്പോൾ ശരീരവും മനസ്സും കൊണ്ട് ഒരു പേടിത്തൊണ്ടനായി മാറി. അത് കേട്ട് കലിപ്പിലായ ഗംഭീർ ഭാര്യയെ എടുത്ത് നിലത്തിട്ട് അലക്കുകയും അവളുടെ നെറ്റിയിൽ നിന്നും രക്തം ഒക്കെ വരാൻ തുടങ്ങി. അന്നേരം ഭാര്യ എൻ്റെ ഭാഗത്ത് തെറ്റുണ്ട്, നമ്മൾ ചെയ്യുന്നതൊക്കെ തെറ്റ് തന്നെയാണ്, പക്ഷേ നീ ഇനി അത് ചെയ്യണോ വേണ്ടയോ എന്നൊക്കെ നിനക്ക് തന്നെ തീരുമാനിക്കാം, നീ എന്ത് ചെയ്താലും ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ടാകും എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ അതിനുശേഷം ഗംഭീറും മാനേജറും മീറ്റ് ചെയ്ത് സംസാരിക്കാൻ തുടങ്ങി. ഈ മാനേജറാണ് ഗംഭീർ നിർമ്മിക്കുന്ന എല്ലാ ശില്പവും ആർട്ട് ഗാലറി തുടങ്ങി അവിടെ വെച്ച് വിൽക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഗംഭീർ മാനേജറോട് സർ, ഇനി മുതൽ എനിക്ക് പ്രഗ്നൻ്റ് ലേഡിയുടെ ശില്പം ഉണ്ടാക്കാൻ പറ്റില്ല. എന്തു പറ്റി? അത് പിന്നെ കാരണം ഒന്നുമില്ല, എനിക്ക് ഇത് ഇഷ്ടപ്പെടുന്നില്ല. എൻ്റെ ഭാര്യയാണ് ഇങ്ങനെയുള്ള ശില്പം നിർമ്മിക്കാൻ പറഞ്ഞത്, എന്നാൽ ഇപ്പോൾ അവൾ തന്നെ ഞാൻ ഇത് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു, അതുകൊണ്ട് ഇനി മുതൽ ഞാൻ ചെയ്യുന്നില്ല. ഏയ് ഗംഭീർ, ഞാൻ കുറേ പേരിൽ നിന്നും അഡ്വാൻസ് വാങ്ങിയിട്ടുണ്ട്, ഇത് നീ ചെയ്തില്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇല്ല സർ, എനിക്ക് ഇനി ചെയ്യാൻ പറ്റില്ല, ഇത് ഞാൻ തീരുമാനിച്ചതാണ് എന്ന് പറയുമ്പോൾ ഇപ്പോഴാണ് മാനേജർ ഒരു കാര്യം പറയാൻ തുടങ്ങുന്നത്. നീ ആദ്യമായി ഒരു പ്രഗ്നൻ്റ് ലേഡിയുടെ ശില്പം നിർമ്മിച്ചത് ഓർമ്മയുണ്ടോ? അത് നിന്റെ കയ്യിൽ നിന്നും ആദ്യം വാങ്ങിയത് ഞാനാണ്. എൻ്റെ വീട്ടിലാണ് ആ ശില്പത്തെ ഞാൻ വെച്ചത്. എന്നാൽ ഒരു ദിവസം അത് നിലത്ത് വീണ് അതിൻ്റെ വയർ ഉടഞ്ഞു പോയി. അത് കേട്ടതും ഗംഭീർ ഷോക്കായി ഇരിക്കുകയാണ്. എടാ, സാധാരണ ഒരു ശില്പത്തിൻ്റെ അകത്ത് ഒന്നും ഉണ്ടാവില്ല, എന്നാൽ നീ തന്ന ശില്പത്തിൻ്റെ വയറ്റിനുള്ളിൽ ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ ശരീരം ഉണ്ടായിരുന്നു. ദ്രവിച്ച ആ ശരീരം കാണാൻ എങ്ങനെയുണ്ടായിരുന്നു എന്ന് അറിയാമോ? അതിൻ്റെ സ്മെല്ല് കാരണം 2 ആഴ്ച എനിക്ക് ഫുഡ് നേരെ കഴിക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല. ഇതൊക്കെ കണ്ടിട്ടും ഞാൻ എൻ്റെ പോലീസിൽ പോയി പരാതി നൽകാത്തത്? ഞാൻ ഇത് പറഞ്ഞിരുന്നെങ്കിൽ നീയും നിന്റെ ഭാര്യയും ജയിലിൽ അഴിയണിയനെ. അതുകൊണ്ട് ഗംഭീറെ, ഇനി പറയൂ, നീ പഴയതുപോലെ ശില്പം ഉണ്ടാക്കുന്നോ അതോ നീ നിർമ്മിച്ച എല്ലാ ശില്പത്തിൻ്റെയും വയർ പൊട്ടിച്ചു നോക്കാൻ പോലീസിനോട് പറയണോ? പിന്നെ എന്ത് ചെയ്യാനാ? ഗംഭീർ വീണ്ടും പഴയതുപോലെ ശില്പം നിർമ്മിക്കാൻ തുടങ്ങി. ഗംഭീർ വീട്ടിനുള്ളിൽ തന്നെയാണ് ഒരു റൂമിൽ ശില്പം നിർമ്മിക്കുന്നത്. അങ്ങനെ നിർമ്മിച്ചു കൊണ്ടിരിക്കെ അവൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ചുറ്റിക തെന്നി വീണ് അവിടെയുള്ള ഒരു അലമാരയുടെ അടിയിലേക്ക് പോവുകയാണ്. അങ്ങനെ അലമാര നീക്കി ചുറ്റിക എടുക്കാൻ ട്രൈ ചെയ്യുമ്പോൾ അവിടെ ഒരു ചുവന്ന ഡോർ കാണുകയാണ്. ഗംഭീർ ഇത്രയും നാൾ ഇവിടെ താമസിച്ചിട്ടും ആ ഡോർ ആദ്യമായാണ് കാണുന്നത്. അതിനകത്ത് എന്തായിരിക്കും എന്നറിയാൻ കൗതുകത്തോടെ ഉടച്ചു കളയാൻ നോക്കുമ്പോൾ അവിടേക്ക് ഭാര്യ എത്തുകയാണ്. ഗംഭീറെ, നീ എന്താ ചെയ്യുന്നതെന്നോ? നമ്മുടെ വീട്ടിൽ ഒരു സീക്രട്ട് റൂം ഉണ്ടല്ലോ, ഇതിനകത്ത് എന്താ ഉള്ളത്? പ്ലീസ്, അതിനകത്ത് എന്താ ഉള്ളത് എന്ന് നിങ്ങൾ പോയി നോക്കരുത്. ഓഹോ, അങ്ങനെയെങ്കിൽ ഈ സീക്രട്ട് റൂമിനെ കുറിച്ച് നിനക്കും അറിയാമായിരുന്നു അല്ലേ? എന്താ ഇതിനകത്തുള്ളത്? എന്തേ ഞാൻ അകത്ത് പോയി നോക്കിയാൽ
അതൊന്നും എന്നെക്കൊണ്ട് പറയാൻ പറ്റില്ല. അതേപോലെ നീ അകത്തു പോയി എന്താ ഉള്ളത് എന്ന് നോക്കാനും പാടില്ല. അങ്ങനെ നോക്കിയാൽ ഞാൻ മനസ്സുകൊണ്ട് ഒരുപാട് വിഷമിക്കും. അതൊക്കെ കേട്ട് ഗംഭീറിന് ഒന്നും മനസ്സിലായില്ല. എന്താ നീ പറയുന്നേ എന്ന് ചോദിക്കുമ്പോൾ ആ റൂമിൽ ആവശ്യമില്ലാത്ത ഒരു സംഭവമാണുള്ളത്. അത് നീ കാണേണ്ട ആവശ്യമില്ല. എനിക്ക് നല്ല പേടിയുണ്ട്. നീ ഇപ്പോൾ എൻ്റെ കൂടെ ഉണ്ടല്ലോ, എനിക്ക് അത് മതി. ദയവ് ചെയ്ത് ആ ഫോർബിഡൻ ഡോർ തുറക്കരുത് എന്ന് ആ ഡോറിൻ്റെ പേര് കൂടി അവൾ പറയുകയാണ്. എന്തൊക്കെയോ പറഞ്ഞ് ഗംഭീറിനെ അവൾ പറഞ്ഞു മയക്കിയെടുക്കുകയാണ്. ഗംഭീർ ആണെങ്കിൽ ലോലഹൃദയൻ ആയതുകൊണ്ട് ഭാര്യ പറയുന്നത് പോലെ അനുസരിച്ച് നിൽക്കുകയും ചെയ്യുന്നു. അങ്ങനെ ആ ഡോർ ഇനി ആരും കാണണ്ട എന്ന് തീരുമാനിച്ച് ഒരു കാർഡ്ബോർഡ് വെച്ച് അടച്ചു വെക്കുകയാണ്. ആ കാർഡ്ബോർഡിൽ ഒരു കണ്ണിൻ്റെ ഫോട്ടോ കാണാം. അതിനുശേഷം ജോലിയൊക്കെ കഴിഞ്ഞ് ഗംഭീർ ഒരു ബിൽഡിങ്ങിൻ്റെ വശത്ത് കൂടി നടന്നു പോകുമ്പോൾ അവിടെ ഇവൻ്റെ ഒരു ഫ്രണ്ട്, അവൻ്റെ പേര് ഡാങ്ക്, രണ്ടുപേരും പരസ്പരം മീറ്റ് ചെയ്ത് അടുത്തുള്ള ഒരു കോഫി ഷോപ്പിൽ പോയി രണ്ടുപേരും കോഫി കുടിച്ചും കൊണ്ടിരിക്കുകയാണ്. അന്നേരം ടേബിളിൽ നിന്ന് ഒരു കടലാസ് കിട്ടുകയാണ്. അതിൽ വലത്തോട്ട് നോക്ക് എന്ന് എഴുതിയിട്ടുണ്ട്. അതനുസരിച്ച് ഗംഭീർ വലത്തോട്ട് നോക്കിയപ്പോൾ അവിടെ എന്നെ രക്ഷിക്കണേ എന്ന് എഴുതിയത് കാണുകയാണ്. ഇതേപോലെയാണ് ഗംഭീറിൻ്റെ വീട്ടുവാതുക്കൽ എഴുതിയത് കണ്ടിരുന്നത്. അതേപോലെ അന്ന് ഫോൺ കോളിൽ ഏതോ ചെറിയ പയ്യൻ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞതും ഓർമ്മ വരികയാണ്. ഇനി എനിക്ക് ഇതൊക്കെ ഒരു ഇല്യൂഷൻ പോലെ കാണുന്നതാണോ എന്നൊക്കെ കൺഫ്യൂഷനിൽ അവിടെ ഇരിക്കുന്ന ഫ്രണ്ടുകാരനോട് ചോദിക്കുമ്പോൾ അവൻ അവിടെ നോക്കി വായിച്ച് ആരോ എന്നെ രക്ഷിക്കണേ എന്ന് എഴുതിയിട്ടുണ്ട് എന്ന് പറയുകയാണ്. അതോടെ ഇത് റിയൽ ആണെന്നും തന്നോട് ആരോ സംസാരിക്കാൻ അഭ്യർത്ഥിക്കുന്നുണ്ട് എന്നും ഗംഭീർ മനസ്സിലാക്കുകയാണ്. അങ്ങനെ അതിനുശേഷം ഗംഭീർ ഫ്രണ്ട്സിൻ്റെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത്തവണ എല്ലാ കളിയിലും ഫ്രണ്ട്സിനെ പരാജയപ്പെടുത്തി ഗംഭീർ വിജയിക്കുകയാണ്. അതുകൊണ്ട് ഫ്രണ്ട്സ് എല്ലാവരും ഷോക്കാവുകയാണ്. ഇവൻ എന്തു പറ്റി, നന്നായി കളിക്കുന്നുണ്ടല്ലോ എന്നതുകൊണ്ട്. അങ്ങനെ കളി കഴിഞ്ഞ് തിരിച്ചു വന്ന് ബാഗിൽ നോക്കുമ്പോൾ അതിലും എന്നെ രക്ഷിക്കണേ എന്ന് ആരോ എഴുതി വച്ചിട്ടുണ്ട്. അതിനാൽ ഫ്രണ്ട്സിനോട് എടാ ഇതാരാ എഴുതി വെച്ചേ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ ഒന്നും അല്ല, നിന്റെ ബാഗിൻ്റെ അടുത്തേക്ക് നമ്മൾ പോയിട്ട് പോലുമില്ലല്ലോ എന്ന് അവർ പറയുകയാണ്. അന്നേരമാണ് അവിടെ ഒരു ചെറിയ പയ്യൻ നിൽക്കുന്നത് കാണുന്നത്. ആ പയ്യൻ ആണെങ്കിൽ പെട്ടെന്ന് അവിടുന്ന് ഓടിപ്പോകാൻ തുടങ്ങി. എടാ നീയാണോ വെച്ചത്, നിക്കടാ അവിടെ എന്ന് പറഞ്ഞ് ഗംഭീറും അവൻ്റെ പുറകെ ഓടാൻ തുടങ്ങി. ഓടി ഓടി ആ പയ്യൻ ഒരു ബിൽഡിങ്ങിൽ കയറുകയും ആ സ്ഥലം കാണാൻ ഒരു പസിൽ പോലെയുണ്ട്. ഗംഭീറിന് എവിടെ പോകണം എന്നൊന്നും അറിയുന്നില്ല. അങ്ങനെ അതിനുശേഷം ഗംഭീർ അവിടുന്ന് ഒരു മാർക്കറ്റിലേക്ക് എത്തുകയും അവിടെ ഒരു മുത്തശ്ശി ഗംഭീറിനെ പിടിച്ച് നീ എന്തിനാ ആ ഡോർ അടച്ചത് എന്ന് ചോദിക്കുകയാണ്. അത് കേട്ട് ഗംഭീറിന് ഒന്നും മനസ്സിലായില്ല. കൂടുതൽ കാര്യമാക്കി എടുക്കാതെയും ആ പയ്യനെ അന്വേഷിച്ചു പോകാൻ തുടങ്ങി. ഇപ്പോൾ ആ ഓടിപ്പോയ പയ്യനെ കാണാം. നേരത്തെ ഒരു സീൻ കാണിച്ചിരുന്നില്ലേ, ടേബിളിൻ്റെ സൈഡിലൂടെ ഒരു പയ്യൻ തെറിച്ചു വീഴുന്ന ആ സീന് നടന്ന സ്ഥലം കാണാം. ഇപ്പോൾ ഡൈനിങ് ടേബിളിൽ ആ പയ്യനും അവൻ്റെ അച്ഛനും അമ്മയും ഇരുന്നിട്ടുണ്ട്. ആ പയ്യനാണെങ്കിൽ ഫുഡ് കഴിക്കാതിരിക്കുമ്പോൾ എടാ കഴിക്കടാ എന്ന് പറഞ്ഞ് അമ്മ അവനെ ഒരുപാട് ഉപദ്രവിക്കുകയാണ്. അവനാണെങ്കിൽ പേടിച്ച് വിഷമിച്ച് വേദനയോടെ ഓരോ ഭാഗത്തേക്ക് ഓടിപ്പോയി ടേബിളിൻ്റെ അടിയിൽ ഒളിച്ചിരിക്കുകയാണ്. എന്നാൽ അവനെ അവൻ്റെ അച്ഛനും അമ്മയും കൂടുതൽ ടോർച്ചർ ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ ഗംഭീറിനെ കാണാം. നേരത്തെ ആ ചുമരിൽ എന്നെ രക്ഷിക്കണേ എന്ന് എഴുതിയിരുന്നില്ലേ, അത് ഇപ്പോഴും അവിടെ തന്നെ ഉണ്ടോ എന്നറിയാൻ അതിനു മുകളിൽ ഒട്ടിച്ചിരുന്ന പോസ്റ്റർ എല്ലാം റിമൂവ് ചെയ്ത് നോക്കുമ്പോൾ അത് അവിടെ തന്നെയുണ്ട്. അതേപോലെ ഒരു ബിൽഡിങ്ങിൻ്റെ പേര് കൂടി അവിടെ എഴുതിയിട്ടുണ്ട്. അതിനാൽ നേരെ ആ കെട്ടിടത്തിലേക്ക് പോവുകയും അവിടെ എത്തിയ ഗംഭീറിനെ ഒരു റിസപ്ഷനിസ്റ്റ് തടുത്തു നിർത്തിയിട്ട് സർ നിങ്ങൾക്ക് അകത്തേക്ക് കടക്കാൻ പാടില്ല, പുറത്തേക്ക് പോ എന്ന് പറഞ്ഞ് പുറത്തേക്ക് തള്ളിവിടുകയാണ്. അതിനാൽ ഗംഭീറിന് കാര്യം മനസ്സിലായി, ഈ ബിൽഡിങ്ങിൽ എന്തോ തെറ്റായ ഒരു കാര്യം നടക്കുന്നുണ്ട് എന്ന്. അതിനാൽ ക്ഷമയോടെ പുറത്ത് വെയിറ്റ് ചെയ്ത് നിന്ന് ആ ബിൽഡിങ്ങിൻ്റെ അകത്തേ നിന്നും പുറത്തു വരുന്ന ഓരോരുത്തരോടും എന്താണ് ഇതിനകത്ത് നടക്കുന്നത് എന്ന് ചോദിക്കാൻ തുടങ്ങി. എന്നാൽ ആരും തന്നെ ഒന്നും തന്നെ പറയുന്നതേയില്ല. അതേപോലെ ചിലർ കയ്യിൽ തോക്ക് വെച്ചിട്ടുണ്ട്. ഗംഭീറിനോട് മര്യാദയ്ക്ക് പോയിക്കോ എന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണ്. ഗംഭീർ തിരിച്ചു പോയെങ്കിലും പിറ്റേ ദിവസം തിരിച്ചു വന്ന് അതേ ബിൽഡിങ്ങിൻ്റെ അടുത്ത് നിൽക്കുകയാണ്. അന്നേരമാണ് ആ ബിൽഡിങ്ങിൻ്റെ അകത്തു നിന്നും ഗംഭീറിൻ്റെ ഒരു ഫ്രണ്ടുകാരൻ വരുന്ന കാഴ്ച കാണുന്നത്. ഗംഭീർ നേരെ കാഷ്വലായിട്ട് അവൻ്റെ അടുത്ത് പോയി എങ്ങോട്ട് പോയതാടാ എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ ഞാനൊരു കോഫി ഷോപ്പിൽ പോയതാടാ, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവനോട് സംസാരിച്ച് പബ്സും ചായയും കുടിച്ച് വരുന്ന വഴിയാണ് എന്ന് ഫ്രണ്ടുകാരൻ കള്ളം പറയുകയാണ്. എടാ കാട്ടുബഗടാ, നീ ആ ബിൽഡിങ്ങിൻ്റെ അകത്തു നിന്ന് വരുന്നത് ഞാൻ കണ്ടു, എന്നോട് എന്തിനാ കള്ളം പറയുന്നത്, സത്യം പറയടാ, ആ ബിൽഡിങ്ങിൻ്റെ അകത്ത് എന്താ നടക്കുന്നത്? എടാ എനിക്ക് അത് പറയാൻ പറ്റും, പക്ഷെ നീ ഒരു മെൻ്റലി വീക്കായ ഒരു പേഴ്സൺ ആണ്, അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റില്ല. ആരാടാ പറഞ്ഞത് ഞാൻ മെൻ്റലി വീക്കാണെന്ന്? ഞാൻ വളരെ സ്ട്രോങ് ആണ്,
എനിക്കറിയണം ആ ബിൽഡിങ്ങിൻ്റെ അകത്ത് എന്താ നടക്കുന്നത്. അത് കേട്ടതോടെ ഫ്രണ്ടുകാരൻ ഗംഭീറിനെയും കൂട്ടി ആ ബിൽഡിങ്ങിൻ്റെ അകത്തേക്ക് പോയി റിസപ്ഷനിസ്റ്റിനോട് ഞാൻ പുതിയ ഒരു മെമ്പറിനെ കൂട്ടിയിട്ട് വന്നതാണ് എന്ന് പറഞ്ഞ് ഗംഭീറിനെ ആ ബിൽഡിങ്ങിലെ ഒരു മെമ്പറായി ജോയിൻ ചെയ്യിപ്പിക്കുകയാണ്. അങ്ങനെ ആ ബിൽഡിങ്ങിൻ്റെ അകത്തേക്ക് പോയി ഒരു ലേഡിയെ കാണുകയാണ്. ആ ലേഡി ഗംഭീറിനെ നോക്കി, ഗംഭീർ, നിങ്ങൾ ഈ ബിൽഡിങ്ങിൽ ഒരു പുതിയ മെമ്പറായി മാറിയിരിക്കുകയാണ്. അതിനാൽ ചെറിയൊരു ഫീസ് ഉണ്ട്. ആ ഫീസ് നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡിൽ നിന്നും എല്ലാ മാസവും കട്ടാവുന്നതാണ്. ഞങ്ങൾക്ക് ഇവിടെ ഒരേ ഒരു നിയമം മാത്രമേ ഉള്ളൂ. എന്താണ്, ഏതാണ്, എങ്ങനെയാണ് എന്നൊന്നും ചോദിക്കാൻ പാടില്ല. നിങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള റൂമിലേക്ക് നിങ്ങൾക്ക് പോകാം എന്ന് പറയുകയും അങ്ങനെ ഗംഭീർ ഒന്നും ചോദിക്കാൻ നിൽക്കാതെ എന്താ സംഭവിക്കുന്നത് എന്ന് പോലും അറിയാതെ ആ റൂമിലേക്ക് അവൻ കടക്കുകയാണ്. പോയി നോക്കുമ്പോൾ അതൊരു സാധാരണ റൂം പോലെയാണുള്ളത്. ടി വി ഉണ്ട്, കസേരയുണ്ട്, അങ്ങനെ വീട്ടിലുള്ള ഒരു റൂം പോലെയാണ് ഉള്ളത്. ഇവിടെ എന്താണ് നടന്നത് എന്ന് പോലും അറിയാതെ ടി വി കാണാൻ തുടങ്ങി. ഓരോ ചാനലും മാറ്റി മാറ്റി വെക്കുമ്പോൾ അതൊക്കെ കണ്ട് ഗംഭീർ ആകെ ഷോക്കാവുകയാണ്. അതായത് ടി വിയിൽ ഓരോ ചാനലിലും ഭയങ്കര കൊടൂരമായ വയലൻസ് നിറഞ്ഞ രംഗങ്ങൾ ഉള്ള വീഡിയോസാണ് കാണുന്നത്. ഒരു ചാനലിൽ ഒരുത്തൻ ഒരു പെൺകുട്ടിയെ അബ്യൂസ് ചെയ്യുന്നുണ്ട്. മറ്റൊരു ചാനലിൽ ഒരു മുത്തശ്ശി തുണി സ്റ്റിച്ച് ചെയ്യുന്ന പോലെ മുത്തശ്ശിയുടെ കൈ തന്നെ അറിയാതെ സ്റ്റിച്ച് ചെയ്യുകയാണ്. അങ്ങനെ ഓരോ ചാനലിലും ഓരോ കൊടൂരമായ വീഡിയോസാണ് കാണുന്നത്. അങ്ങനെ മറ്റൊരു ചാനലിൽ ഗംഭീർ ഒരു ഘട്ടത്തിൽ അന്വേഷിച്ചു പോയ ഒരു പയ്യൻ ഉണ്ടല്ലോ, ആ പയ്യനെ അവൻ്റെ അച്ഛനും അമ്മയും ചേർന്ന് ടോർച്ചർ ചെയ്യുന്ന ആ രംഗം കൂടി വീഡിയോയിൽ കാണുകയാണ്. അതൊക്കെ കണ്ട് ആകെ ഭ്രാന്തായ പോലെ ആ ബിൽഡിങ്ങിൽ നിന്ന് പുറത്തിറങ്ങി വരുമ്പോൾ ഫ്രണ്ടുകാരനെ കണ്ട് എടാ ഇതെന്താ ഇങ്ങനെ, എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ എടാ നിന്നെ ഞാൻ എങ്ങനെയാണ് ആ ബിൽഡിങ്ങിൽ മെമ്പറാക്കി ചേർത്തതോ അതേപോലെയാണ് എന്നെ വേറൊരുത്തൻ ആ ബിൽഡിങ്ങിൽ ചേർത്തത്. ബിൽഡിങ്ങിൽ നമ്മൾ മെമ്പറായി കഴിയുമ്പോൾ നമുക്ക് ഒരു റൂം തരും. അവിടെ റൂമിൽ നമുക്ക് ടി വി കാണാം. പുറത്ത് നടക്കുന്ന കുറ്റകൃത്യങ്ങൾ, തെറ്റുകൾ ഒക്കെ നമുക്ക് ടി വിയിൽ കാണാൻ പറ്റും. അതേപോലെ അതിലുള്ളതൊന്നും ആക്ടേഴ്സ് ഒന്നുമല്ല, റിയൽ ലൈഫിൽ അവർക്ക് പോലും അറിയാതെ വീഡിയോസ് എടുത്ത് ടി വിയിലൂടെ നമുക്ക് കാണിച്ചു തരും. അത് കേട്ട് ഗംഭീർ എടാ ഒരു ചാനലിൽ ഒരു ചെറിയ പയ്യനെ അവൻ്റെ അമ്മ അടിക്കുന്നത് കണ്ടിരുന്നോ? ആ ചെറിയ പയ്യനെ ഞാൻ രക്ഷിക്കാൻ പോവുകയാണ്. അത് കേട്ട് ഫ്രണ്ടുകാരൻ എടാ ബഗഡനെ പോലെ തീരുമാനം എടുക്കരുത്. ആ പയ്യൻ എവിടെയാ ഉള്ളത് എന്ന് നിനക്ക് അറിയാമോ? അല്ലെങ്കിൽ ആ പയ്യൻ നിന്റെ അടുത്ത് രക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടോ? കണ്ടതൊക്കെ നീ അതോടെ മറന്നുകള എന്നൊക്കെ അവൻ പറയുമ്പോൾ ഗംഭീർ ആണെങ്കിൽ ആ പയ്യനെ നേരിട്ട് കണ്ടതാണല്ലോ, ആ എഴുതി വച്ചതൊക്കെ ഓർത്ത് ചിലപ്പോൾ അവൻ എന്നോട് രക്ഷിക്കാൻ പറഞ്ഞതായിരിക്കും എന്ന് തീരുമാനിച്ച് നേരെ ഒരു കോഫി ഷോപ്പിൽ പോയി കോഫി കുടിച്ച് വാഷ്റൂമിൽ പോയപ്പോൾ ലേഡീസ് വാഷ്റൂമിൽ നിന്നും ഒരു ലേഡി ഫോണിൽ സംസാരിക്കുന്ന പോലെ കേൾക്കുകയാണ്. ഇന്ന് നീ കണ്ടോ ടി വിയിൽ ആ ചെറിയ പയ്യനെ അവൻ്റെ തള്ള എങ്ങനെയാ അടിക്കുന്നതെന്ന് കണ്ടില്ലേ? പാവമല്ലേ ആ പയ്യൻ എന്നൊക്കെ ആ ബിൽഡിങ്ങിൽ ടി വിയിൽ കണ്ട കാര്യം സംസാരിക്കുന്നത് ഇപ്പോൾ ഗംഭീറും കേൾക്കുകയാണ്. ഉടനെ ഗംഭീർ ലേഡീസ് ബാത്റൂമിൽ പോയി നോക്കിയെങ്കിലും അവിടെ ആ ലേഡിയെ കാണാനില്ല. ചിലപ്പോൾ ഫോണിൽ സംസാരിച്ചു കൊണ്ട് പുറത്തോട്ട് പോയി കാണും എന്ന് കരുതി ഗംഭീർ അവളെ അന്വേഷിക്കാൻ തുടങ്ങി. എന്നാൽ അവളെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഗംഭീർ വീണ്ടും ആ ബിൽഡിങ്ങിൻ്റെ അകത്തേക്ക് പോയി ടി വി കാണാൻ തുടങ്ങി. ഓരോ ചാനലിലും കൊടൂരമായ കാര്യങ്ങൾ ൊക്കെ വരാൻ തുടങ്ങി. ഒരു ചാനലിൽ ആ പയ്യനെ അവൻ്റെ അമ്മ അടിക്കുന്ന കാഴ്ച കാണുകയാണ്. പഠിക്കുന്ന സമയത്ത് കിടന്നുറങ്ങുന്നു എന്നൊക്കെ പറഞ്ഞു അവൻ്റെ അച്ഛനും അമ്മയും അവനെ മർദ്ദിക്കുന്ന കാഴ്ച. അതൊക്കെ കണ്ട് മനം നൊന്ത് ഇപ്പോൾ ഗംഭീറും കരയുകയാണ്. അതിനുശേഷം ഗംഭീർ തിരിച്ച് വീട്ടിലോട്ട് പോയി വിഷമിച്ചിരിക്കുമ്പോൾ അവിടേക്ക് ഭാര്യ വന്ന് എന്തുപറ്റി മനുഷ്യ വിഷമിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ആ പയ്യനെ എനിക്ക് രക്ഷിക്കണം, അവൻ ഇവിടെ എവിടെയോ ഉണ്ട്, എനിക്ക് അവനെ രക്ഷിക്കണം എന്ന് പറഞ്ഞു പെട്ടെന്ന് എഴുന്നേറ്റ് ഗംഭീർ ഓടാൻ തുടങ്ങി. പുറകെ ഭാര്യയും. അന്നേരം അവിടേക്ക് ഫ്രണ്ടുകാരൻ എത്തുകയും അവനോട് എടാ എനിക്ക് ആ പയ്യനെ രക്ഷിക്കണം എന്ന് ഗംഭീർ പറയുമ്പോൾ അയ്യോ അതിന് ആ പയ്യൻ മരിച്ചു പോയടാ എന്ന് ഫ്രണ്ടുകാരൻ പറയുകയാണ്. ഇല്ല നീ കള്ളമാണ് പറയുന്നത്, ആ പയ്യനെ ഇപ്പോഴും അവർ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏയ് അല്ലടാ, ഞാൻ ഇപ്പോഴാണ് അവനെ കണ്ടിട്ട് വരുന്നത്, ആ പയ്യൻ മരിച്ചുപോയി എന്ന് ഫ്രണ്ടുകാരൻ പറയുകയാണ്. അത് കേട്ട് ഗംഭീറിന് ഗിൽറ്റി ഫീലിംഗ് ആയി കരയുകയാണ്. എന്തെന്നാൽ ആ പയ്യൻ ഗംഭീറിന് രക്ഷിക്കണം എന്ന് സൂചനകൾ ഒക്കെ നൽകിയിരുന്നു. എന്നാൽ ഗംഭീറിന് അവനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ആ ഒരു ഗിൽറ്റി ഫീലിങ്ങിൽ ആ ഒരു കുറ്റബോധത്തോടെ കരയുകയാണ്. അങ്ങനെ കുറച്ച് നാളുകൾ കടന്നു പോകവേ ഗംഭീർ വീണ്ടും ശില്പം ഉണ്ടാക്കാൻ തുടങ്ങി. അതൊക്കെ കണ്ട് ഗംഭീറിൻ്റെ ഫ്രണ്ട്സും ഭാര്യയും വ്യത്യസ്തമായി നോക്കുകയാണ്. എന്തെന്നാൽ ഗംഭീർ ഒരു സൈക്കോയെ പോലെ ശില്പം ഉണ്ടാക്കുകയാണ്. അങ്ങനെ ഗംഭീർ നിർമ്മിച്ച ശിലയെല്ലാം ഒരു ആർട്ട് ഗാലറി നടത്തി വിൽക്കാൻ തുടങ്ങി. അതെല്ലാം തന്നെ നല്ല രീതിയിൽ വിറ്റുപോവുകയും ചെയ്തു. അതിനാൽ ഗംഭീറും ഭാര്യയും ഫ്രണ്ട്സും മാനേജറും അമ്മയും എല്ലാവരും നോർമൽ
നോർമലായിട്ട് ജീവിക്കാൻ തുടങ്ങി. എന്നാൽ ഗംഭീറിന് മാത്രം ഇപ്പോഴും മനോവിഷമത്തിലാണുള്ളത്. ആ ചെറിയ പയ്യൻ രക്ഷിക്കണേ എന്ന് എഴുതി കടലാസ് ഒക്കെ നോക്കി വിഷമിക്കുകയാണ്. അല്പം കഴിഞ്ഞിട്ട് ആർട്ട് ഗാലറിയിൽ എത്തിയ 2 പേർ അവരും ആ ബിൽഡിങ്ങിൽ പോയി അതുപോലുള്ള കൊടൂര വീഡിയോസ് TV-യിൽ കാണുന്നവരാണ്. അവരിപ്പോൾ സംസാരിക്കുകയാണ്. ആ വീഡിയോ കണ്ടോ, ആ പയ്യൻ അവൻ എത്ര വേദനയാ അനുഭവിക്കുന്നത്, അവൻ്റെ അമ്മ അവനെ ചറപറാന്ന് അടിക്കുന്ന കാണുമ്പോൾ തന്നെ നെഞ്ചുരുകുന്നു എന്നൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കെ അത് ഒരു വശത്ത് നിന്ന് ഗംഭീറും കേൾക്കുകയാണ്. അതോടെ ഗംഭീറിന് ഒരു കാര്യം മനസ്സിലായി. ആ പയ്യൻ ഇപ്പോഴും മരിച്ചിട്ടില്ല, ഫ്രണ്ടുകാരൻ കള്ളം പറഞ്ഞതായിരിക്കും എന്ന്. പിന്നെ ഒന്നും നോക്കിയില്ല. ഉടനെ ഗംഭീർ ആ ബിൽഡിങ്ങിലേക്ക് പോവുകയും എന്നാൽ റിസപ്ഷനിസ്റ്റ് പറയുന്നു ഇവിടെ എല്ലാ റൂമും ഫുള്ളായി ഇരിക്കുകയാണ്. എന്നാൽ ഗംഭീർ പ്ലീസ് മാഡം, നിങ്ങളൊക്കെ നല്ല കാര്യം ചെയ്യാൻ തീരുമാനിച്ചിറങ്ങിയവരാണെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് എനിക്ക് ഒരു റൂം എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് തരൂ. തെറ്റുകൾ ഒക്കെ തടഞ്ഞു നിർത്താൻ അല്ലേ നിങ്ങൾ ശ്രമിക്കുന്നത്? പ്ലീസ്, എനിക്കും തെറ്റുകൾ തടഞ്ഞു നിർത്താൻ പറ്റും. എങ്ങനെയെങ്കിലും എനിക്ക് റൂം തരൂ. അത് കേട്ട് റിസപ്ഷനിസ്റ്റ് ശരി എന്ന് പറഞ്ഞ് ഒരു റൂം അഡ്ജസ്റ്റ് ചെയ്ത് റെഡിയാക്കി കൊടുക്കുകയാണ്. അങ്ങനെ റൂമിൽ പോയി ഗംഭീർ TV-യിൽ ഓരോ ചാനലും മാറി മാറി നോക്കുമ്പോൾ ഇപ്പോഴും ആ പയ്യൻ ജീവനോടെ ഭയങ്കര കൊടൂരമായി വേദനകൾ ഒക്കെ അനുഭവിച്ച് നിൽക്കുന്ന കാഴ്ച കാണുകയാണ്. എന്നാൽ ആർക്കും തന്നെ ഇങ്ങനെ ഒരു സീക്രട്ട് ക്യാമറ ഉണ്ട്, അവരുടെ കാര്യങ്ങളൊക്കെ മറ്റാരോ കാണുന്നുണ്ട് എന്നൊന്നും അറിയില്ല. എന്നാൽ ഈ ചെറിയ പയ്യൻ മാത്രം ആ സീക്രട്ട് ക്യാമറ കാണുകയും ആ ക്യാമറയുടെ മുൻപിൽ ഇരുന്നിട്ട് വിഷമിച്ച് കരയുകയാണ്. അത് കണ്ട് ഗംഭീറും വിഷമിക്കുകയാണ്. പെട്ടെന്ന് ആ പയ്യൻ കിച്ചണിൽ നിന്നും കത്തിയെടുത്ത് അവൻ്റെ അച്ഛനെയും അമ്മയെയും കുത്തി കൊലപ്പെടുത്തി അവസാനം അവനും സ്വയം കഴുത്ത് മുറിച്ച് ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. ആ കൊടൂര കാഴ്ചകളൊക്കെ കണ്ട് ഗംഭീർ തനിക്ക് ആ പയ്യനെ രക്ഷിക്കാൻ കഴിയാത്തതിനാൽ അലറി അലറി കരയുകയാണ്. ഇപ്പോൾ ശരിക്കും ആ പയ്യൻ മരിച്ചുപോയി. അങ്ങനെ ഇനി അടുത്തത് ഏതെങ്കിലും നോക്കാം എന്ന് കരുതി മറ്റൊരു ചാനലിലേക്ക് മാറ്റുമ്പോഴാണ് മറ്റൊരു ഷോക്ക്. എന്തെന്നാൽ ആ ചാനലിൽ ഓൾറെഡി റെക്കോർഡ് ചെയ്ത ഒരു വീഡിയോ പ്ലേ ആവുകയാണ്. അതിൽ ഗംഭീറിൻ്റെ അമ്മയും വൈഫും സംസാരിക്കുന്നതാണ് ആ വീഡിയോ. അതായത് ഇവരുടെ വീട്ടിലും ആ സീക്രട്ട് ക്യാമറ ആ ബിൽഡിങ്ങിലെ സീക്രട്ട് ഏജന്റുമാർ വെച്ചിട്ടുണ്ട്. ഗംഭീറിന്റെ അമ്മ പറയുന്നു ഗംഭീറിന് കുട്ടികൾ ഉണ്ടാവാനുള്ള കഴിവില്ല, അതിനാൽ നീ ഇനിയും കുട്ടികളില്ലാതെ ജീവിതം മുന്നോട്ട് നയിക്കാനാണോ നോക്കുന്നത്? ഗംഭീറിന് ഫ്രണ്ട്സ് ഉണ്ടല്ലോ, അവരുടെ കൂടെ പോയിട്ട് ഡിങ്കോൾഫ് ചെയ്തിട്ട് വാ, ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ട് വാ, അങ്ങനെയെങ്കിലും കുട്ടികൾ ഉണ്ടാവട്ടെ എന്ന് അമ്മ തന്നെ ഗംഭീറിനെ ചതിച്ച് ഗംഭീറിന്റെ ഭാര്യയോട് പറഞ്ഞു കൊടുക്കുകയാണ്. അതേപോലെ അത് ഗംഭീറിന്റെ ഭാര്യ കേട്ട് ഗംഭീറിന്റെ ഫ്രണ്ട്സിന്റെ കൂടെ പോയി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ തുടങ്ങി. അതിനുശേഷം ഗംഭീറിന്റെ അമ്മ എന്താ പറയുന്നത് എന്ന് വെച്ചാൽ നീ ഒരാളിൽ നിർത്തരുത്, ഗംഭീറിന് മറ്റൊരു ഫ്രണ്ട് കൂടി ഉണ്ടല്ലോ, അവൻ്റെ കൂടെയും പോയി കിടക്ക് എന്നാണ്. ഭാര്യയാണെങ്കിൽ വീണ്ടും മറ്റൊരുത്തൻ്റെ കൂടെയും പോയി കിടന്ന് ഡിങ്കോൾഫ് ചെയ്തു വരികയാണ്. അതൊക്കെ കണ്ട് ഗംഭീറിന് ആകെ കിളിപോയി ആകെ വിഷമിച്ച് നിൽക്കുകയാണ്. അതേപോലെ മാനേജർ സംസാരിക്കുന്ന ഒരു വീഡിയോ കൂടിയുണ്ട്. അതിൽ മാനേജർ പറയുന്നു ഗംഭീർ ഒരു ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞു നടക്കുന്നു, എന്നാൽ യഥാർത്ഥത്തിൽ അവന് അത്ര വലിയ കഴിവൊന്നുമില്ല, എല്ലാവരും ചെയ്യുന്ന പോലെ അവൻ പണിയെടുക്കുന്നു, അത്രമാത്രം. അവനെ ഒന്ന് സൂപ്പറാണ്, നീ ചെയ്യുന്നത് അടിപൊളിയാണ് എന്ന് പറഞ്ഞ് ഒന്ന് പുകഴ്ത്തി പറഞ്ഞാൽ മാത്രം മതി, അവൻ പൊട്ടനെ പോലെ അടിമയെ പോലെ പണിയെടുത്ത് തരും, ഇങ്ങനെ ഒരു അടിമയെ കിട്ടിയത് നമ്മുടെ ഭാഗ്യമാണ് എന്നൊക്കെ കളിയാക്കി സംസാരിക്കുകയാണ്. സോ ഇപ്പോഴാണ് ഗംഭീറിന് തനിക്ക് ചുറ്റുമുള്ളവർ തന്നെ പറ്റിക്കുകയാണ്, ചതിക്കുകയാണ് എന്നൊക്കെ മനസ്സിലാവുന്നത്. അങ്ങനെ പ്ലാൻ ചെയ്ത് ഗംഭീർ ക്രിസ്മസിന് എല്ലാവർക്കും ഒരു പാർട്ടി തരാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് എല്ലാവരെയും ഗംഭീർ വീട്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അങ്ങനെ ഗംഭീറിൻ്റെ വീട്ടിലേക്ക് ഇപ്പോൾ വൈഫും അമ്മയും ഫ്രണ്ട്സും മാനേജറും എല്ലാവരും വന്നിരിക്കുകയാണ്. അങ്ങനെ ഗംഭീർ എന്തോ ഒരു മരുന്ന് വാങ്ങിയിട്ട് ആ മരുന്ന് വൈനിൽ കലർത്തി എല്ലാവർക്കും കുടിക്കാൻ കൊടുക്കുകയും എല്ലാവരും കുടിക്കുകയും ചെയ്യുന്നു. ഗംഭീർ ആണെങ്കിൽ കുടിക്കുന്ന പോലെ ആക്ഷൻ കാണിച്ചെങ്കിലും അവൻ കുടിച്ചില്ല. കുടിച്ച ബാക്കി എല്ലാവരും അനങ്ങാൻ കഴിയാത്ത പോലെ ഇരിക്കുകയാണ്. അന്നേരം ഗംഭീർ സംസാരിക്കാൻ തുടങ്ങി. എൻ്റെ പാർട്ടിയിലേക്ക് എല്ലാവരും വന്നതിൽ സന്തോഷം. ഞാൻ നിങ്ങൾ ഇപ്പോൾ കഴിച്ച വൈനിൽ ഒരു മയക്കുമരുന്ന് കലർത്തിയിട്ടുണ്ട്. നിങ്ങൾ പേടിക്കേണ്ട, ഇത് കുടിച്ചതിനാൽ നിങ്ങൾ മരിക്കാനൊന്നും പോകുന്നില്ല. ഇതിൻ്റെ പേര് ഡെവിൾ സ്പിറ്റ്, അതായത് സാത്താൻ്റെ എച്ചിൽ എന്ന് പറയും. ഒരു 10 മിനിറ്റ് നേരത്തേക്ക് നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾക്ക് അനക്കാൻ പോലും പറ്റില്ല. എന്നാൽ ട്രൈ ചെയ്താൽ മാത്രം നിങ്ങൾക്ക് കുറച്ച് സംസാരിക്കാൻ പറ്റും, കണ്ണ് കാണാൻ പറ്റും, കാത് കേൾക്കാൻ പറ്റും, വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. സോ ഞാൻ എന്താണ് പറയാൻ പോകുന്നത് അത് മര്യാദയ്ക്ക് കേട്ടിരിക്കുക, അത് മാത്രമാണ് നിങ്ങളുടെ ജോലി എന്ന് പറഞ്ഞ് ഗംഭീർ നേരെ മാനേജറിൻ്റെ അടുത്തേക്ക് പോയിട്ട് എടാ മാനേജറെ,
തന്നെ ഞാൻ എൻ്റെ അച്ഛനെ പോലെയല്ലേ കണ്ടത്, എന്നാൽ ഞാൻ ഇല്ലാത്ത സമയത്തൊക്കെ എന്നെ കളിയാക്കി സംസാരിച്ച് നടക്കൽ ആണല്ലോ നിന്റെ പണി. നിന്നെ കൊല്ലാൻ വേണ്ടി അത്രയും വലിയ തെറ്റൊന്നും നീ എന്നോട് ചെയ്തിട്ടില്ല. എങ്കിലും നിങ്ങളൊക്കെ ചേർന്ന് എന്നോട് ചെയ്ത തെറ്റുകൾ ഒരുമിച്ച് കണ്ടതോടെ ഞാനിപ്പോൾ ഭയങ്കര ദേഷ്യത്തിലാണുള്ളത്. അതുകൊണ്ട് എനിക്ക് എന്താ ചെയ്യേണ്ടത് എന്നൊന്നും അറിയുന്നില്ല എന്ന് പറഞ്ഞ് കത്തിയെടുത്ത് മാനേജറിൻ്റെ കഴുത്തിലേക്ക് മുറിച്ച് കൊലപ്പെടുത്തുകയും ചെയ്തു. അതിനുശേഷം നേരെ അവൻ്റെ ഒരു ഫ്രണ്ടുകാരൻ്റെ അടുത്തേക്ക് ചെന്നിട്ട്, എടാ നിന്നെ ഞാൻ അത്രയും വലിയ ഒരു ഫ്രണ്ടുകാരനായിട്ടല്ലേ കണ്ടത്, എന്നാൽ നീ എന്നോട് ചെയ്തതോ എൻ്റെ ഭാര്യയുടെ കൂടെ തന്നെ ഡിങ്കോൾഫ് ചെയ്തില്ലേ. നീ എന്താ കരുതിയത് എനിക്കൊന്നും അറിയില്ല, മനസ്സിലാവില്ല എന്നോ? ഇതിനുള്ള ശിക്ഷയും അത് തന്നെ എന്ന് പറഞ്ഞ് കത്തിയെടുത്ത് അവൻ്റെ കഴുത്ത് മുറിച്ച് കൊലപ്പെടുത്തുകയും ചെയ്തു. ശേഷം മറ്റൊരു ഫ്രണ്ടുകാരൻ്റെ അടുത്ത് ചെന്ന്, എടാ അവൻ ചെയ്തത് തന്നെയല്ലേ നീയും ചെയ്തത്, നീയും എൻ്റെ പെണ്ണിൻ്റെ കൂടെ കളിച്ചു അല്ലേ, അതൊക്കെ ഞാൻ മനസ്സിലാക്കാത്തത് കൊണ്ടാണോ ഇടയ്ക്കിടയ്ക്ക് നീ എന്നോട് ഞാൻ മെൻ്റലി വീക്കാണ് എന്ന് പറഞ്ഞ് കളിയാക്കിക്കൊണ്ടിരുന്നത്? ഞാൻ ശരിക്കും മെൻ്റലി വീക്കാണോ? ഇപ്പോൾ പറ, ഞാൻ മെൻ്റലി വീക്കാണോ എന്ന് പറഞ്ഞ് അവൻ്റെ കഴുത്ത് മുറിച്ച് കൊലപ്പെടുത്തുകയും ചെയ്തു. അതിനുശേഷം നേരെ അവൻ്റെ അമ്മയുടെ അടുത്ത് ചെന്നിട്ട്, അയ്യോ അമ്മേ, നിങ്ങൾ പേടിക്കേണ്ട, ഇവരെയൊക്കെ കൊന്നതുപോലെ നിങ്ങളെ ഞാൻ കൊല്ലില്ല, നിങ്ങൾക്ക് ഞാനൊരു സ്പെഷ്യൽ ട്രീറ്റ് തരാം എന്ന് പറഞ്ഞ് അവിടെയുള്ള വെള്ളത്തിൽ അമ്മയുടെ തല മുക്കി ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയും ചെയ്തു. അതിനുശേഷം ലാസ്റ്റ് അവൻ്റെ വൈഫിൻ്റെ അടുത്തേക്ക് പോയിട്ട്, എടി എനിക്ക് നിന്നെ എത്രത്തോളം ഇഷ്ടമായിരുന്നു എന്നറിയാമോ, അതുകൊണ്ട് എനിക്ക് നിന്നെ കൂടുതൽ വേദനിപ്പിക്കാതെ പെട്ടെന്ന് കൊല്ലണം എന്ന് പറഞ്ഞ് ഒരു തോക്കെടുത്ത് വെടിവെച്ച് കൊലപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ എല്ലാവരെയും കൊന്നതിനു ശേഷം ഒരു പാവമായി സത്യസന്ധനായി ക്ഷമയോടെ ജീവിച്ച തന്നോട് കൂടെയുള്ളവർ ചെയ്ത ക്രൂരതകൾക്കെതിരെ പക വീട്ടി ഒരു ഗ്ലാസ് ജ്യൂസ് എടുത്ത് കുടിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം ഓർമ്മ വരികയാണ്. വീട്ടിൽ ഒരു ഫോർബിഡൻ ഡോർ ഉണ്ടല്ലോ, അതിനകത്തേക്ക് ഭാര്യ അവനോട് പോകരുത് എന്ന് പറഞ്ഞിരുന്നില്ലേ, ആ കാര്യം ഇപ്പോഴാണ് ഗംഭീറിന് ഓർമ്മ വന്നത്. അതിനാൽ ഉടനെ കോടാലിയെടുത്ത് നേരെ ആ ഡോറിൻ്റെ അടുത്തേക്ക് പോയി ആ ഡോറിനെ വെട്ടിമുറിച്ച് അകത്തേക്ക് കടന്നു നിൽക്കുമ്പോൾ ഈ ചിത്രം അവസാനിക്കുന്നു. എന്താ സംഭവിച്ചത് എന്ന് വച്ചാൽ, ഇപ്പോൾ ഗംഭീർ അവൻ്റെ ഫാമിലിയിൽ ഉള്ളവരെയും കൂടെയുള്ളവരെയും ഒക്കെ കൊടൂരമായി കൊന്നില്ലേ, അതിനെയും ഒരു സീക്രട്ട് ക്യാമറ വച്ച് സീക്രട്ട് ഏജൻസി വീഡിയോ എടുത്തിരുന്നു. ഗംഭീറിൻ്റെ ഈ കൊലപാതകം ആരോ ആ ബിൽഡിങ്ങിലെ ആ റൂമിൽ വെച്ച് TV-യിൽ കാണുകയായിരുന്നു. സോ ഇതേപോലെ ആ സീക്രട്ട് ഏജൻസി ആ ബിൽഡിങ്ങിൽ ഉള്ളവർ ഓരോരുത്തരുടെയും വീട്ടിൽ ഇതേപോലെ സീക്രട്ടായിട്ട് ക്യാമറ വച്ച് അവിടെ നടക്കുന്ന തരികിട ഒക്കെ വീഡിയോ എടുത്ത് പണത്തിനു വേണ്ടി ഓരോരുത്തർക്കും കാണിച്ച് അവരിൽ നിന്നും പൈസ വാങ്ങിക്കും. ഗംഭീറിനെ ബിൽഡിങ്ങിൽ മെമ്പറാക്കിയപ്പോൾ അവൻ്റെ ക്രെഡിറ്റ് കാർഡിൽ നിന്നും പൈസ വാങ്ങിയിരുന്നില്ലേ, അതേപോലെ എന്ന് വച്ചാൽ ഇപ്പോൾ ഗംഭീർ അവൻ്റെ ഫാമിലിയിൽ ഉള്ളവരെയും കൂടെയുള്ളവരെയും ഒക്കെ കൊടൂരമായി കൊന്നില്ലേ, അതിനെയും ഒരു സീക്രട്ട് ക്യാമറ വച്ച് സീക്രട്ട് ഏജൻസി വീഡിയോ എടുത്തിരുന്നു. ഗംഭീറിൻ്റെ ഈ കൊലപാതകം ആരോ ആ സീക്രട്ട് ബിൽഡിങ്ങിലെ ആ റൂമിൽ വെച്ച് TV-യിൽ കാണും. അതേപോലെ ഓരോരുത്തർക്കും ഇങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ കാണിച്ച് പൈസ ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക തരം സീക്രട്ട് ഏജൻസി ആണിത്. അതേപോലെ അവിടെ വന്ന് വീഡിയോ കാണുന്ന ആൾക്കാരുടെ വീട്ടിലും സീക്രട്ട് ക്യാമറ വച്ചിട്ടുണ്ട്. ചില സമയത്ത് അവിടെയുള്ള മെമ്പേഴ്സിനെയും ട്രാക്ക് ചെയ്ത് അവരെയും കൊടൂരമായ കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നതും ഈ ഏജൻസിയാണ്. അത് ഇവരുടെ ഒരു ട്രിക്കാണ്. കാരണം കൊടൂരത നിറഞ്ഞ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ കാഴ്ചക്കാരുടെ എണ്ണവും കൂടും. അതിനാൽ ഗംഭീറിൻ്റെ ഭാര്യയെക്കുറിച്ചും അമ്മയെക്കുറിച്ചും ഫ്രണ്ട്സിനെ കുറിച്ചും മാനേജറിനെ കുറിച്ചുമുള്ള സീക്രട്ട് കാര്യങ്ങൾ ഒക്കെ ഗംഭീറിന് വീഡിയോയിലൂടെ കാണിച്ചു കൊടുത്തത്. അതിനാൽ ഗംഭീറും ഒരു കൊടൂര വ്യക്തിയായി മാറി അവരെയൊക്കെ കൊല്ലുകയും ചെയ്തു. അത് സീക്രട്ട് ക്യാമറയിലൂടെ റെക്കോർഡ് ആവുകയും അത് ഇപ്പോഴും മറ്റൊരു വ്യക്തി ഏതോ ഒരു വ്യക്തി ബിൽഡിങ്ങിൽ ചെന്ന് റൂമിൽ പോയി TV ഓൺ ചെയ്ത് ചാനലിലൂടെ വീഡിയോ കാണുകയും ചെയ്തു. ഇതാണ് ഈ സിനിമയുടെ ക്ലൈമാക്സ്. എന്നാൽ മറ്റൊരു ക്ലൈമാക്സ് കൂടിയുണ്ട്. ഈ ചിത്രം ഒരു ബുക്കിൽ നിന്ന് അഡാപ്റ്റ് ചെയ്ത് എടുത്തതാണ്. ആ ബുക്കിലുള്ള ക്ലൈമാക്സ് മറ്റൊന്നാണ്. അതായത് അവസാനം ഗംഭീർ കോടാലി എടുത്ത് ഫോർബിഡൻ ഡോർ കുത്തി തുറക്കുമല്ലോ, അന്നേരം ആ റൂം കാണാൻ ഒരു ചെറിയ പയ്യൻ്റെ റൂം പോലെയാണ് ഉള്ളത്. ആ പയ്യൻ അവൻ്റെ അച്ഛനെയും അമ്മയെയും കുത്തിക്കൊന്നിട്ട് അവസാനം ആ പയ്യനും മരിച്ചു പോയിരുന്നില്ലേ. എന്നാൽ ഇപ്പോൾ ഗംഭീർ ആ പയ്യൻ്റെ അമ്മയുടെ മുഖം നോക്കുമ്പോൾ ഗംഭീറിൻ്റെ അമ്മയുടെ മുഖം പോലെയാണ് കാണുന്നത്. എന്താണ് സംഭവം എന്ന് നോക്കിയാൽ ആ പയ്യൻ മറ്റാരുമല്ല, അത് നമ്മുടെ ഗംഭീർ തന്നെയാണ്. ഗംഭീർ ചെറുപ്പം ആയിരുന്നപ്പോൾ തന്നെ അവൻ്റെ അച്ഛനും അമ്മയും ഗംഭീറിനെ ഒരുപാട് ഉപദ്രവിക്കുമായിരുന്നു. അതിനാൽ ഒരു ഘട്ടത്തിൽ കത്തിയെടുത്ത് അച്ഛനെയും അമ്മയെയും കുത്തിക്കൊല്ലുകയായിരുന്നു ഗംഭീർ. എന്നാൽ ഗംഭീർ മരിച്ചില്ല.
സമ്മതിച്ചിരുന്നില്ല. അവനെ പോലീസ് പിടിച്ചു കൊണ്ടുപോയി. ചെറിയ പയ്യൻ ആയതുകൊണ്ട് അവന് മെൻ്റലി ബാധിച്ചതുകൊണ്ടും ഒരു മെൻ്റൽ ഹോസ്പിറ്റലിലാണ് നിർത്തിയത്. അങ്ങനെ മെൻ്റൽ ഹോസ്പിറ്റലിലെ വളർന്ന് വലിയ പയ്യനായി മാറുകയും അതേപോലെ മെൻ്റൽ ഹോസ്പിറ്റലിലെ ഇരുന്ന് മനസ്സിൽ ചിന്തിച്ചു കൂട്ടിയ കാര്യങ്ങളാണ് ഇത്രയും നേരം നമ്മൾ കണ്ടത്. മെൻ്റൽ ഹോസ്പിറ്റലിൽ സെക്യൂരിറ്റി ആയിട്ട് നിന്നിട്ടുള്ള 2 മാമന്മാരെയാണ് ഇത്രയും നേരം ഗംഭീർ തൻ്റെ ഫ്രണ്ട്സായിട്ട് സങ്കല്പിച്ചത്. അതേപോലെ അവിടെ വന്ന ഒരു ജേർണലിസ്റ്റ് ലേഡിയെയാണ് തൻ്റെ ഭാര്യയായി സങ്കല്പിച്ചത്. ഇങ്ങനെയാണ് ബുക്കിലുള്ള ക്ലൈമാക്സ്. ഇതോടെ ഈ ചിത്രം ഇവിടെ അവസാനിക്കുന്നു. ബൈ ബൈ.